ബഹുമാന്യരെ, അതിവിശിഷ്ട വ്യക്തികളുടെ മഹനീയ സാന്നിധ്യത്തിൽ അലങ്കരിക്കപ്പെട്ട വേദിയും സദസ്സുമാണിത്. ഭക്തിയുടെ അനസ്യൂത പ്രവാഹത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഹൃദയത്തെ തഴുകി ഉണർത്തുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്ന പാവനമായ ഒരു ദൗത്യം. ആത്മീയതയുടെ സഞ്ചാരപഥത്തിൽ പ്രകാശം വിതറുന്ന ഭാഗവതം സമഗ്രമായ ജീവിത അവബോധമാണ് നൽകുന്നത്. മഹത്തായ ഒരു ദർശനത്തിൻ്റെ പ്രകാശം ഏറ്റുവാങ്ങുന്ന വിശുദ്ധമായ ഈ വേദിക്ക് പ്രൗഢിയുണ്ട്, ഗാംഭീര്യമുണ്ട്. അത് ഒരു പുണ്യഭൂമിയിൽ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നു എന്നുള്ളത് ഔചിത്യ ഭംഗി വർദ്ധിച്ചിട്ടുമുണ്ട്. അകളങ്കമായ ഭക്തിയുടെ ശക്തിയാണ് ജീവിത വിജയത്തിന് നമ്മളെ നയിക്കുന്നത്. ജീവിതം പ്രശ്നഭരിതമാണ്, പ്രശ്നരഹിതമായ ജീവിതമില്ല. എന്നാൽ പ്രശ്നപരിഹാരം പലപ്പോഴും പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. ജീവിതം കർമ്മം ധർമാധിഷ്ഠിതമാക്കണം എന്നതാണ് പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. രാമായണം സംഘർഷങ്ങളുടെയും സങ്കടങ്ങളുടെയും കഥയാണ്. മഹാഭാരതം വിജയപരാജയങ്ങളുടെ കഥയാണ്, ആത്മസംഘർഷങ്ങളുടെ കഥയാണ്. വിജയത്തിൻ്റെ കൊടിമുടിയിൽ കയറുമ്പോഴും പരാജയത്തിൻ്റെ കയ്പുനീരും അനുഭവിക്കുന്നുണ്ട്. ഭാഗവതം അവതാര കഥയിലൂടെ ഈശ്വരൻ്റെ അദൃശ്യമായ സാന്നിധ്യം അനുഭവിപ്പിക്കുന്നു കഥയാണ്. ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ പൂർണ്ണ അർത്ഥത്തിൽ അറിയുന്നതാണ് ദൈവാനുഭവം. സ്വയം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക, അതാണ് ഏറ്റവും പവിത്രമായ തീർത്ഥാടനം. മനസ്സിനെ ശുദ്ധീകരിക്കാനും മനസ്സിനെ നവീകരിക്കാനുമുള്ള ഏറ്റവും പവിത്രമായ ദൗത്യമാണ് ഇന്ന് ഈ സത്രത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വൈവിധ്യമുണ്ട്. ആ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യമാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയണം. ഞാൻ തച്ചുടയ്ക്കാൻ വന്നതല്ല, ഞാൻ പൂരിപ്പിക്കാൻ വന്നതാണ് എന്ന യേശുദേവൻ്റെ വാക്കുകൾ അതുതന്നെയാണ്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, സത്യം എല്ലാം ഒന്നാണ് എന്ന വസ്തു. പാരമ്പര്യത്തിൻ്റെ സദ്ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, പാരമ്പര്യം എന്ന് പറയുന്നത് അത് പഴമയുടെ ജീർണതകളെ നിഷേധിക്കുക മാത്രമല്ല, അതിൻ്റെ സദ്ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മശുദ്ധിയോടെ ജീവിത വിജയം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. നീ സത്യം, ജ്ഞാനമാനന്ദം, യു ആർ ട്രൂത്ത്, യു ആർ നോളജ്, യു ആർ ഹാപ്പിനെസ്. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പോൾ ഈ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു ഗ്രന്ഥത്തിൻ്റെ അപൂർവത തേടി ഒരു ജനത നടത്തുന്ന തീർത്ഥാടനമാണ് ഈ ഭാഗവത സത്രം. ആ ഗ്രന്ഥത്തിൻ്റെ അപൂർവത തേടിയുള്ള ആനുഭൂതികമായ ദൈക്ഷണികമായ തീർത്ഥയാത്രയാണ്. അത് ഏറ്റവും പവിത്രമായ ഒരു ദൗത്യമായി ഇവിടെ നടക്കുകയാണ്. ഭൂതകാലത്തിൻ പ്രഭാവതന്തുക്കളാൽ പൂതിമത്തായൊരു ഭാവിയെ നെയ്കതാം. വള്ളത്തോളിൻ്റെ വരികളാണ്. ഈ പുണ്യഗ്രന്ഥങ്ങളിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മശുദ്ധിയോടെ ജീവിത വിജയം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ആ പ്രാർത്ഥനയോടെ എല്ലാ മംഗളങ്ങളും വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.